തർക്കമില്ല. 8 മാസം ഇനി ബാക്കിയുണ്ട്. ഒറ്റ സിനിമ മതി, അല്ലെങ്കിൽ ഇനി ദീപാവലിക്ക് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയിൽ 2 ഡയലോഗ് കൂട്ടിച്ചേർത്താൽ മതി. ഈ ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള ഈ താങ്കൾ നേരത്തെ പറഞ്ഞ കാറിലിരുന്ന് കൊടുത്ത വീഡിയോയെക്കാളും വലിയ വൈറൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വിജയ്ക്ക് 2 വിഷയമാണ്. ഒന്ന്, ഇത് ജനങ്ങൾക്ക് മറക്കാനുള്ള സമയമുണ്ട്. 2, ജനനായകൻ അത് ഓടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ വിജയ് അഭിനയം നിർത്തിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഇനി തിരിച്ച് അതിലേക്ക് പോകാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. അത് കൂടുതൽ നാണക്കേടിലേക്കല്ലേ പോവുള്ളൂ. അഭിനയം നിർത്താതെ നമുക്ക് തമിഴ്നാട്ടിൽ നമുക്കറിയാമല്ലോ, വിജയകാന്ത് അത്രയും ഫാൻസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഈ സിനിമ എന്തൊക്കെയോ സന്ദേശങ്ങളുണ്ട്, ചില ഡയലോഗുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സിനിമയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സിനിമയായിട്ട് നമുക്ക് കണ്ടാൽ മതി. നമുക്ക് വിജയകാന്ത് ഇല്ലേ, സത്യരാജ്, വടിവേലു, അവിടെ രാഷ്ട്രീയം കളിക്കാത്ത ഒരു നടന്മാരും ഇല്ല. പക്ഷെ അവരുടെയൊക്കെ അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്, ഭയങ്കര ലക്ക്. അതുകൊണ്ടാണ് രജനീകാന്തൊക്കെ അതിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് ഇല്ലേ. കമൽഹാസന് പോലും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടിവ് സംഭവിച്ചതെന്ന് അതാണ് തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. കാരണം അവരൊക്കെ അഭിനയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന കൂട്ടാണ്. പൊളിറ്റിക്സ് ഭയങ്കര നമ്മൾ വിചാരിക്കുമല്ല. ജയലളിതയെ കരുണാനിധി ജയിലിലാക്കി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ അടുത്ത പ്രാവശ്യം കരുണാനിധി ജയിലിലാക്കുന്ന ഒരു ഇതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ആ ക്രൗഡിൽ വന്നത്, അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഒരു വാഹനം ഇടിച്ചാൽ പോലും ആ വാഹന ഉടമ അവരെ സേഫായിട്ട് ഹോസ്പിറ്റലിലെങ്കിലും എത്തിക്കാനുള്ള, ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നൊരു നാട്ടിലായ സ്ഥിതിക്ക് അത് ഈവൻ വിജയ് അവിടെ നിന്ന് മാറിയെന്നാൽ പോലും പാർട്ടി ബാക്കി പ്രവർത്തകരും അതിൻ്റെ ഫാൻസ് അസോസിയേഷൻ ക്രൗഡ് അവിടെ ഒരുപാടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഇനി ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ പോലും ആയിരക്കണക്കിന് ക്യാമറ, അതായത് ജനങ്ങളുടെ മൊബൈലിൽ നിന്നുള്ള ഇപ്പോൾ ക്യാമറയാണ് ഉൾപ്പെടെ അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അവിടെ അനാവശ്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ മറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 8 മാസം രാഷ്ട്രീയം ഇത് ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഈ മിനിറ്റിൽ ഒറ്റ 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. ലിയോയുടെ റിലീസ് വിജയുടെ ആരാധകർ മാറ്റിവെച്ചു. ഒക്ടോബർ 19 റിലീസ് തീരുമാനിച്ചത്. അത് വിജയ് ഫാൻസ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ശ്രീ വിനു കിരിയത്ത്, ലിയോ റിലീസ് വേണ്ട എന്നുള്ളത് ഈ സിനിമ മാത്രമായിട്ട് കാണുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളത് കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയും. നോക്ക്, വിജയ് എന്നുള്ള നടനെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ്. ഞാൻ പറയുന്നത് എനിക്ക് അയാളുടെ രാഷ്ട്രീയവും ഈ പറഞ്ഞ പോലെ അയാളുടെ മനസ്സിൽ രാഷ്ട്രീയം പഠിച്ചിട്ടൊക്കെ ആയിരിക്കും പുള്ളി. പക്ഷെ അന്നേ ദിവസത്തിൽ നിന്ന് 3 days ഒരു അപകടം പറ്റിയിട്ട്, കാരണം പുള്ളി നേരത്തെ ശ്രീ CP സത്യൻ പറഞ്ഞില്ലേ, അന്ന് പറയുന്നതിനേക്കാളും ഇത്ര പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഓരോ വരി ഓരോ വാചകത്തിനകത്തും ഉണ്ടായിരുന്നു. നേരിട്ട് CM സാർ നേരിട്ട് സ്റ്റാലിന് നേരെ അത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പുകയായിട്ട് പോകുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമില്ലേ. അവരുടെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരുടെ കാലിൽ അറിയാതെ ഒന്ന് ചവിട്ടി കഴിഞ്ഞു സോറി ആ നിമിഷം പറയണം, അല്ലാതെ 3 ദിവസം കഴിഞ്ഞിട്ടാണോ പറയേണ്ടത് അല്ലേ. ഇത് വലിയൊരു മരണം, കുറേ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ച സംഭവമാണ്. നിസ്സാര ഒരു രാഷ്ട്രീയ ഇഷ്യൂ അല്ല ഇത്. കുറേ ജനങ്ങൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങൾ മരിച്ചെടുത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഇമീഡിയറ്റ് പ്രതികരിച്ചിട്ട് രാഷ്ട്രീയം പിന്നെ പറയാമായിരുന്നു. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി രാഷ്ട്രീയമാണ് പറയുന്നത്, അത് വേണ്ടായിരുന്നു. ആ ജനങ്ങളോട് ഉള്ള പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ ഇപ്പോൾ തൽക്കാലം അല്ല വേണ്ട. കാരണം ഇപ്പോഴും കുറേ പേര് അതപ്പോൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല. പോലീസിന്റെ വീഴ്ച അതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വന്തമായിട്ട് ഏറ്റെടുത്തിരുന്നെങ്കിൽ ആ തരത്തിലൊരു ഖേദപ്രകടനമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതായിരുന്നു വേണ്ടിയിരുന്നത്. അല്ല, ആദ്യം പുള്ളിയുടെ നമ്മളിപ്പോൾ കണ്ട വിഷ്വലിൽ സ്റ്റാർട്ടിങ് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പുള്ളി തുടങ്ങിയത് തന്നെ ഇല്ലേ. നമ്മൾ ഇന്നത്തെ വിഷ്വൽ ആദ്യം തമിഴ്നാട് പോലീസിനെ അതിഗംഭീരമായിട്ട് പുള്ളി പറഞ്ഞു, ഇല്ലെങ്കിൽ എനിക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും അല്ല ഇതിനകത്ത്. ഇത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഒരിക്കലും ഇതൊരു പ്ലാൻഡ് ആണെന്ന് തോന്നുന്നേ ഇല്ല. എന്തോ എനിക്കറിയില്ല, അത് എനിക്ക് നാളെ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ സംഭവിച്ച സ്ഥിതിക്ക് ഞാനിപ്പോഴും പറയുന്നത് വിജയുടെ രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല അവിടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ആ ജനങ്ങളോടൊപ്പം നിൽക്കണമായിരുന്നു ആ നിമിഷത്തിൽ. അവിടെ നിൽക്കണം എന്നല്ല ഞാൻ, അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടതല്ല, വിജയുടെ ആരാധകനെ ബൗൺസേഴ്സ് എടുത്ത് എറിഞ്ഞ പോലെ ചിലപ്പോൾ ജനം തിരിച്ചും ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയാണ് ജനം വികാരം, സ്നേഹം, ആരാധനയൊക്കെ അവരവരുടെ മക്കളൊക്കെ മരിക്കുമ്പോൾ അതൊക്കെ വിതിൻ സെക്കൻഡ്സ് മാറും. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അത് വേണ്ടായിരുന്നു. പുള്ളി അങ്ങ് ചെന്നൈയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാതെ എവിടെയെങ്കിലും നിന്നിട്ട് ഇതൊന്ന്, കാരണം എല്ലാവരും സകല ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിജയ് ലൈവ് വരണമെന്ന് പറഞ്ഞാൽ ചാനലുകാർ മൊബൈലാണെങ്കിൽ പോലും അത് തന്നെ ആയിരിക്കും പുള്ളിയുടെ ലൈവ് കോൾ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സിനിമ രാഷ്ട്രീയം അത് അദ്ദേഹത്തിൻ്റെ മാത്രമാണ്, നമുക്കാർക്കും അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഭയങ്കര വേദന, എത്രയല്ലേ എന്ന് ആലോചിക്കും. ഇനിയും കുറേ പേര് ആശുപത്രി കിടക്കുന്നതൊക്കെ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ ഇത് ആവരുത്, രാഷ്ട്രീയം കിടന്നോട്ടെ അവിടെ. പക്ഷേ ഇത് ഇനി വരാതിരിക്കാനും കൂടെ ഈ പറഞ്ഞ പോലെയാണ്. ശരിയാണ്, പോലീസുകാരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചാൽ വിജയിയാണ് വരുന്നത്. ലേറ്റ് ആവും തോറും ക്രൗഡ് കൂടുന്നത് കണ്ടപ്പോൾ അവിടെ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിക്കാമായിരുന്നു.
പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നവും ഫുഡിൻ്റെ പ്രശ്നവും ഒക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയും വലിയ ക്രൗഡായിപ്പോയി. അതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ സംഭവിച്ചവർക്ക് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് ഗവൺമെൻറ്റും ഇരുകൂട്ടരും ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രീ CB സത്യ, അതുണ്ട്. എത്ര ന്യായീകരിച്ചാലും ചില വിഷയങ്ങളാണ്. ഒരു ഫോൺ വെച്ചിട്ട് പോലും ഓൺലൈൻ ചാനലുകാർ പോലും വന്ന് നിന്നേനെ വിജയ് പറഞ്ഞിരുന്നില്ല. മാധ്യമപ്രവർത്തകരായതുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ട് ആ സമയത്ത് ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് വിജയ് വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വിജയിൻ്റെ ഒരു PR-ൽ പറ്റിയ ഒരു പാളിച്ചയാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആണോ? അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരാൾ ഓടി ഒളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുമെന്ന് ആ ചോദ്യം വിജയിന് തമിഴകത്ത് നിന്ന് സിനിമ ഫ്രറ്റേണിറ്റി അത് ചോദിക്കുന്നു, നടിമാരടക്കമുള്ളവർ ചോദിക്കുന്നു. എന്ന് പറയുന്നിടത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിജയ്ക്ക് എങ്ങനെ മാറും, അൺലെസ് വിജയ് BJPക്ക് കീഴടങ്ങുന്നില്ലെങ്കിൽ? അവന്ന ഇത് പൊതുവെ നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ നിന്ന് വളരെ ചൊറിയുന്ന ഒരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വൈകാരികമായിട്ട് അതിനെ മറുപടി അയക്കരുത് എന്ന്. കാരണം അങ്ങനെ മറുപടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണി പോയി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ അത്തരമുള്ള ഭയങ്കര പ്രതിസന്ധിയുള്ള ലെറ്ററിന് മറുപടി അയക്കത്തുള്ളൂ. കാരണം അന്നേരം മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു നോർമൽസി റീഗെയിൻ ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു മറുപടി അയക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇതുപോലൊരു ദുരന്തം വരുന്ന നിമിഷം ആ ഒരു വൈകാരികതയിൽ, കാരണം വെച്ചാൽ വിജയ് ഇനി എത്ര നല്ല നടനാണെന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനാണ്. അപ്പൊ ഇത്രയും വലിയൊരു ദുരന്തം അയാളുടെ ഒരു സംഭവത്തിനായിട്ട്, അത് ചെറിയല്ല, 1, 2, 3 പേരല്ല, 41 മനുഷ്യരാണ് മരിച്ചത്. അത്രയേറെ പേര് പരിക്ക് പറ്റി ആശുപത്രിയിലുണ്ട്. അപ്പൊ ഇതുപോലെ സമയത്ത് ഈ പറഞ്ഞതുപോലെ പുള്ളി നടത്തുന്ന ഏത് പ്രതികരണത്തിലെ തെറ്റിപ്പോകുന്ന ഒറ്റ വാക്ക് പോലും വിജയുടെ ഇത്രയും നാളുടെ പ്ലാനിങ്ങിനെ അട്ടിമറിക്കും. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ലേറ്റ് ആയാലും ഏറ്റവും കെയർഫുൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ മാത്രമേ ഇടുകയുള്ളൂ. അത് ഒരു സ്ട്രാറ്റജിയാണ്. അല്ല, അതിനകത്ത് വൈകാരികതയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഇത് വളരെ ക്ലിയർ ആയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്യൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാം എന്ന് മാത്രം. അപ്പം അത് വിജയ് ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ വിജയ് എന്തിനാണ് ഇത് ചെയ്തത്, 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണത്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇനി ഈ 41 പേരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് വിജയ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, വിജയിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ വീട് സന്ദർശനമായിരിക്കും. കാരണം ഇതിന്റെ ബഹളമൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഈ 21 വീടുകളിൽ എത്തിയിട്ട് അവർക്ക് ഈ പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപ എത്തിക്കുകയോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എത്തിച്ച ശേഷം അവിടെ വരികയോ ഒക്കെ ചെയ്യുന്നത് ഈ ഓരോ പ്രദേശത്തെ ഒരു വലിയ സംഭവമാക്കിയിട്ട് അവർ മാറ്റും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു തുടർച്ച മാത്രമല്ല, ഇതൊരു അവസാനമല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്, ഈ അമിത്ഷായുടെ കോള് എടുക്കാതിരുന്ന വിജയ്, അമിത്ഷായുടെ കോൾ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ മോഹൻ വർഗീസ് അടക്കമുള്ളവർ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, വിജയ് ഈ സമയത്ത് BJPയുമായിട്ട് കൂട്ടുചേരാൻ തീരുമാനിക്കുകയാണെങ്കിൽ വിജയിയുടെ രാഷ്ട്രീയ ആത്മഹത്യയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള മുഴുവൻ കരുത്തുകൊണ്ട് വിജയിനെ കാണുന്ന ധീരനായക പരിവേഷമുണ്ട്. ഈ ധീരനായക പരിവേഷം ഉപേക്ഷിച്ചിട്ട് പോയി BJPയുടെ പാളയത്തിൽ നിൽക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വിജയ് ചെയ്യാൻ പോകുന്നത് ഒരു തരം രാഷ്ട്രീയ ആത്മഹത്യയാണ്. കാരണം വിജയ്ക്ക് വീരനായക പരിവേഷം നിലനിർത്തിക്കൊണ്ട് ഈ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ടുകൊണ്ട്, നിങ്ങൾ എന്തിനെ എന്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാൻ തൂക്കുമരത്തിലേറ്റാൻ തയ്യാറാണ് തുടങ്ങിയ നാടകീയ ഡയലോഗുകളും ഒക്കെ ആയിട്ട് ഇതിനകത്ത് ഇടിച്ചു നിൽക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ മാത്രമാണ് നിലവിൽ വിജയന്റെ ഭാവിയുള്ളത്.